മൊബൈൽ അഡിക്ഷനെ സംബന്ധിച്ച് പറഞ്ഞു. കുട്ടികളൊക്കെ ഈ ഗാഡ്ജറ്റ്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെയും മൊബൈലിൽ ഇങ്ങനെ നോക്കി റീൽസ് ഇങ്ങനെ നോക്കി ആ ഒരു ഭ്രാന്ത് ഉണ്ടെങ്കിൽ ബെഡ് ടൈം എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. സെറ്റിങ്സ് പോവുക, അതിലെ ആക്സസിബിലിറ്റി ആണോ ഞാൻ പറഞ്ഞുതരാം. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആക്സസിബിലിറ്റിയിലേക്ക് പോവുക. ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റൈൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലാണോ കളർ ഫിൽറ്റേഴ്സ്, കളർ ഫിൽറ്റേഴ്സിലേക്ക് പോവുക. ആ കളർ ഫിൽറ്റേഴ്സ് എന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ടൈം മോഡിലേക്ക് മാറും. ഫോണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഞങ്ങൾക്കൊരു 5 മിനിറ്റ് ചെയ്ത് നോക്കിയത്, ആ സാധനം നോക്കാൻ തോന്നണില്ല. അപ്പം ഞാൻ ബെഡ് ടൈം മോഡിലേക്ക് ആക്കി, ബ്ലാക്ക് ആൻഡ് വൈറ്റാ, ഒന്നും കാണൂല. നമുക്ക് തന്നെ ഫോട്ടോസ് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറും, വീഡിയോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. കുട്ടികളൊക്കെ ഫോണിൽ വെച്ച് ഓടും. പിന്നെ നിങ്ങൾ വെറുതെ ചെയ്തു, ചെറിയ മക്കളെ പറ്റിക്കാൻ പറ്റില്ല, മറ്റേതൊരു അവിടെ പോയിട്ട് ഓണാക്കും. അത് കളേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായി ടെംപ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പം നമുക്ക് അത്യാവശ്യ കോളുകൾ മാത്രം എടുക്കാൻ തോന്നുള്ളൂ. ഒരുപാട് ആപ്പുകളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്, നമുക്ക് തോന്നൂല. നമ്മുടെ മൈൻഡ് തന്നെ, നിങ്ങൾ വെറുതെ നോക്കി ആക്സസിബിലിറ്റി പോയോ ഒന്ന് ചെയ്ത് നോക്കി. സെറ്റിങ്സ്, ഐഫോണിൻ്റെ കാര്യം ഞാൻ പറയണേ. കളർ ഫിൽറ്റേഴ്സ് പോവുക, കളർ ഫിൽറ്റേഴ്സ് ഓൺ ചെയ്യുക. ഓഫ് ചെയ്താൽ പഴയ പോലെ ആവും. കിട്ടിയോ? ഒരു പ്രാക്ടിക്കൽ സെഷൻ ആയിക്കോട്ടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയോ? നിങ്ങളെ കോൾ ലിസ്റ്റ് യൂട്യൂബൊക്കെ തുറന്നു നോക്കി, ബ്ലാക്ക് ആൻഡ് വൈറ്റാ. അവിടെ ഇട്ടേച്ച് പോരും നമ്മൾ. മിനിമം ഉറങ്ങുന്ന സമയത്ത് രാത്രിയെങ്കിലും ഈ ഒരു ബെഡ് ടൈം മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യന് ഫോൺ അഡിക്ഷൻ ഉണ്ടാവില്ല എന്നാ. ഇതൊക്കെ മനുഷ്യന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു. നമ്മൾ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ഉറങ്ങണം തോന്നുന്നുണ്ട്, നാളെ ജോലിക്ക് പോകേണ്ട ആളാണ്, പക്ഷെ ഇതിങ്ങനെ തോണ്ടിക്ക് തിരുകയാണ്, നിർത്താൻ തോന്നുന്നില്ല. നമ്മളെ ഹവയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനർത്ഥം. അപ്പോൾ പല ചിന്തകളും കയറി വരികയാണ്. നിയന്ത്രിക്കണം, ബ്രെയിനോട് സ്പീക്ക് ചെയ്യണം, എനിക്ക് നിർത്തേണ്ട സമയമാണ്, ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നത്, ഞാൻ കിടന്നുറങ്ങാൻ, വിശ്രമിക്കണം. പിന്നെ പുരുഷന്മാരോട് പറഞ്ഞ വിഷയം 8 മണിക്കൂർ നിർബന്ധമായി ഉറങ്ങിയിരിക്കണം എന്നാണ്. ആ 8 മണിക്കൂറിൽ 1 മണിക്കൂർ നഷ്ടമാകുന്നത് മിനിമം 12 വർഷത്തെ ഏജ് ഡിഫറൻസ് കാണിക്കുന്നതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്കേതായാലും നടക്കൂല, നിങ്ങളെന്തായാലും നടക്കി. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഉറങ്ങും. നമുക്ക് യാത്രയും പോക്കും വരവൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ കുളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് പല പരിമിതികളുണ്ട്. എന്നാലും ഏറെക്കുറെയൊക്കെ പകലോ വണ്ടിയിലോ ഫ്ലൈറ്റിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പറ്റുമെങ്കിൽ ഒരു നോൺ സ്റ്റോപ്പ് 7 to 8 hours സ്ലീപ്പ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ നിർബന്ധമാണെന്നാണ് പറയണത്. പിന്നെ പറയുന്ന പച്ച ഇലകൾ, ബ്രൊക്കോളി പോലെയുള്ള പച്ച വെജിറ്റബിൾസ്, പ്രോട്ടീൻസും പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക, മറ്റ് ഹെൽത്തി ടിപ്സുകളും, എക്സസൈസ് 20 minutes എവറി ഡേ. അപ്പം ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോഴേ മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥകളെ സംബന്ധിച്ചൊക്കെ ഡിസ്കഷൻ വന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ ചില ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചേ പറ്റൂ. അത് സ്ക്രീൻ അഡിക്ഷൻ ആണെങ്കിൽ പോലും ഈ നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ മനുഷ്യന് സന്തോഷം കിട്ടുള്ളൂ. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിറ്റി സർവീസ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുക. ഞാൻ എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ ഭക്ഷണം, എൻ്റെ കംഫർട്ട് സോൺ എന്നതിനപ്പുറം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഒരു ബംഗ്ലാദേശ് സഹോദരൻ, അല്ലെങ്കിൽ ഒരു അഫ്ഗാൻ സഹോദരൻ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായ നമ്മുടെ സഹോദരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ, അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സം ഇമ്പാക്റ്റ് ഇൻ ഹിസ് ലൈഫ്, ഒരു സ്മൈൽ, അദ്ദേഹത്തിന് പുഞ്ചിരിക്കാൻ ഒരവസരം കൊടുക്കുന്ന വിധം ഒരു കൊച്ചു സഹായം, എന്തെങ്കിലും ഒരു നല്ല വാക്കുകൾ, ഒരു നല്ല ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യുക. ഒറ്റയ്ക്ക് സ്ക്രീനിൻ്റെ ലോകത്ത് പോയിരുന്നാൽ ലോകം വേറെ ഒരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഓൺലൈനിൽ കാണുന്ന ഒച്ചപ്പാടും ബഹളമൊക്കെ കണ്ട് നാട്ടിൽ വല്ല സദസ്സിലും പോയിരിക്കുമ്പോഴാണ് നാട് എവിടെയോ ഓടുന്നു, ഈ ഓൺലൈനിൽ ഇരിക്കുന്നവർ വേറെ ഏതോ ലോകത്താണ് ഓടുന്നത്. രണ്ട് ലോകമാണ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആളുകൾ ഒരിക്കലും ഓഫ്ലൈനിൽ ഇരിക്കില്ല. ഓലെപ്പോഴും ഇങ്ങനെ അവിടെ നിന്ന് ഇരുന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് ചെയ്യുന്നത്. പക്ഷേ ഫിസിക്കലി ഒരു സദസ്സിലിരിക്കുന്ന ആളും ഫിസിക്കലി എൻഗേജ് ആവുന്ന ആളുടെയും ലോകം വേറെയാണ്.
അത് ഏറ്റവും സമാധാനമുള്ളൊരു ലോകമാണ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ കാരണമായ ഏറ്റവും നല്ല ജോബാണെന്ന് ഇവർ റിസർച്ച് ചെയ്ത് പഠിക്കുകയാണ്. ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ റിസർച്ചുകളൊക്കെ അവതരിപ്പിച്ചു. ദന്നല്ലേ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ. എന്താ നല്ലവർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് റബ്ബ് പ്രോമിസ് ചെയ്തത് ഹയാത്തൻ ത്വയ്യിബ ലനുഹിയന്നഹും ഹയാത്തൻ ത്വയ്യിബ, സന്തുഷ്ടമായ ജീവിതം അള്ളാഹു ഈ ലോകത്ത് തരും എന്ന് പറഞ്ഞത് ആരാ? അൻഫഉഹും ലിഇയാലിഹി, അള്ളാഹിൻ്റെ പടപ്പുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ മണി, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റുകൾ, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ ഇൻ്റർവെൻഷൻ, ഇതെല്ലാം ഒരാൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെറുതല്ല. അത് നമുക്കൊരുപാട്, ഇപ്പം നമ്മൾ ആളുകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും, നമ്മുടെ ഒരുപാട് കംഫർട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്. നമ്മൾ കുടുംബത്തിനോ മക്കൾക്കോ കൊടുക്കേണ്ട സമയം നാട്ടുകാർക്ക് കൊടുക്കേണ്ടി വരും, ശരിയാണത്. പക്ഷേ അതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ട്. കുടുംബത്തെ പറ്റി ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരുപക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഫാറൂഖ് ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പൊതുരംഗത്തുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ പ്രൈവസി, ഫാമിലി ടൈം എന്ന് പറഞ്ഞ സംഗതിയിൽ നിന്നാണ് ഇതൊക്കെ എടുത്തു കൊടുക്കുക. നമുക്ക് കുടുംബമൊക്കെ അല്ലേ, നമുക്ക് അവരുടെ കൂടെ ഇരിക്കാനും മക്കളുടെ കളി കാണാനൊക്കെ ഇഷ്ടമല്ലേ? പക്ഷേ ഇപ്പുറത്ത് വലിയ കമ്മിറ്റ്മെൻറ്റ് കാണുമ്പോൾ നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ചൊരു 5 മിനിറ്റ് ഇവിടെ കൊടുത്തിട്ട് ബാക്കി 10 മിനിറ്റ് നാട്ടുകാർക്ക് കൊടുക്കുകയാണ്. എന്തിന്? അത് മുത്തുനബി ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ തെറിയൊക്കെ കേൾക്കേണ്ടി വരും, എന്നാലും അതിലൊക്കെ രസമുണ്ടല്ലോ. പൊതുരംഗത്തേക്ക് ഇറങ്ങിയിട്ടല്ലേ കേൾക്കുന്നത്. കുറേ എയറിലൊക്കെ നിൽക്കുന്ന പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നിങ്ങൾ നോക്കാൻ അറിയിട്ടാണത്. അത് മനുഷ്യന് ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചിട്ട് ആ പൊട്ടൻഷ്യൽ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കണം. ഗിവ് ഇറ്റ് ബാക്ക് ടു ദ സൊസൈറ്റി. ഈ നിയന്ത്രണത്തെ അവിടെ റിലീസ് ചെയ്യണം. അപ്പം നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടും. ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് നല്ല കാര്യങ്ങൾ കേൾക്കാൻ അവസരം ഉണ്ടാവും. ചിലപ്പോൾ ചിരിയും കളിയും തമാശയും സ്പോർട്സും ഒക്കെ അതിലുണ്ടായിക്കോട്ടെ. ഹലാലായ എല്ലാ വിഷയങ്ങളും നമുക്കൊരു പ്രശ്നവുമില്ല. അള്ളാഹു നിർബന്ധമാക്കിയ ഫർളുകളെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അത് മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസ ലോകത്ത് നമ്മൾ ഈ മൊബൈലും പിടിച്ചിങ്ങനെ നടക്കുക, ജോലി മൊബൈല്, അതൊക്കെ മാറിയിട്ടൊന്ന് ഇസ്ലാമിക് സെൻറ്ററിൽ വരിക. ഇവിടെ ഒരുപാട് പ്രവർത്തനം നടക്കാനുണ്ട്, ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്, ഒരുപാട് മാൻ പവർ വേണം. ഇവിടെ ഒരുപാട് കമ്മിറ്റികളുണ്ട്, ഓരോരോ ലിറ്ററേച്ചർ കമ്മിറ്റി, അങ്ങനെ സ്പോർട്സിന് വേറെ, മതവികാര്യത്തിന് വേറെ, രാഷ്ട്രീയ കാര്യത്തിന്, പബ്ലിക് റിലേഷൻസിന് വേറെ, ഒരുപാട് ഏരിയകൾ കിടക്കുകയാണ്. ഇതിലൊക്കെ ആളുകൾ വേണം, എൻഗേജ്മെൻറ്റുകൾ വേണം, നമ്മുടെ ചെറുപ്പക്കാർ വരണം. അല്ലാതെ ഒരു ഹാങ് ഔട്ട് നടന്നാൻ പോയ ലോകത്ത് എന്തെങ്കിലും നടക്കുമോ? അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തെ പിൻപറ്റുക എന്ന് പറയുന്നത് വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തത്തെ അതിജീവിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിൻ്റെ വഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فترداه. പിന്നെയാണ് വമാ തിൽക ബിയമീനിക യാ മൂസ, മുസനബി എന്താണ് ആ കയ്യിലുള്ളത് എന്ന് ചോദിക്കുന്ന ആ ഒരു മനോഹരമായ രംഗം അത് കഴിഞ്ഞിട്ടാണ് വടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്നത്. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരുമായുള്ള ദഅവത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മക്കിയായ സൂറത്ത് എടുത്തു നോക്കിയാൽ 87 മക്കി സൂറത്തുകളുണ്ടെന്നാണ്. 87 27 114. ഖുർആനിലെ മൊത്തം സൂറകൾ 114. അതിൽ 27 സൂറകളാണ് മദീനയിൽ ഇറങ്ങിയത്. പക്ഷെ സൂറത്തുൽ ബഖറ മദീന സൂറയാണ്, നിസാ മദീന സൂറയാണ്, വലിയ വലിയ സൂറകളൊക്കെ മദീന. 27 സൂറകളാണ് മദീനത്ത് ഇറങ്ങിയത്. ബാക്കി 87 സൂറകളും മക്കിയായ സൂറകളാണ്. മക്കിയായ സൂറകളെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിൻ്റെ ആശയങ്ങൾ നോക്കിയാൽ ഖിയാമത്ത് നാളിൻ്റെ ചർച്ചയാണ് ഉണ്ടാവുക. മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ട്. നിസ്കാരം നോമ്പും ഒക്കെ ഫർളാണ്. മദീന കാലഘട്ടത്തിലല്ലേ 13 കൊല്ലം നിസ്കാര നിർബന്ധമായിരുന്നില്ല. അതല്ലേ
അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ആദ്യത്തെ നുബുവത്തിൻ്റെ 13 കൊല്ലം സ്വഹാബികൾക്ക് നിസ്കാരമില്ല. നബി തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, സിദ്ദീഖ് നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ ചെയ്യുന്നുണ്ട്. നബി തങ്ങൾക്ക് തഹജ്ജുദ് വരെ അന്ന് ഫർളായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് തങ്ങൾ നുബുവത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ഉമ്മത്തിന് ഫർളാക്കപ്പെടുന്നത് മദീന കാലഘട്ടത്തിലാണ്. ആ 13 കൊല്ലം പിന്നെ എന്തായിരുന്നു ഖുർആന്റെ ചർച്ച? അള്ളാഹു ഏകനാണ്, അള്ളാഹു ഉണ്ട്, പടച്ചവൻ്റെ കൂടെ വേറെ ആരാധിക്കപ്പെടുന്ന ഒരാളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഒരാളും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഷിർക്ക് ചെയ്യരുത്. പിന്നെ എൻ്റെ മുഹമ്മദ് നബി റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീനൊക്കെ നോക്കി തങ്ങളുടെ റിസാലത്തിനെ കുറിച്ചാണ് പറയാ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇത് നിങ്ങൾക്ക് അറിയിച്ചു തരലാണ് ഞങ്ങളുടെ ബാധ്യത. നിങ്ങൾ സ്വീകരിക്കുക, റിജക്റ്റ് ചെയ്യേ, ഇറ്റ്സ് അപ് ടു യു. ഞങ്ങൾ പറഞ്ഞുതരും. അത് എന്നും അന്നും എന്നും അങ്ങനെയാണ്, പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള സ്വീകരിച്ചോട്ടെ, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തോട്ടെ. അത് ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. ഉദ്രിബ് ലഹും മസലൻ അസ്ഹാബുൽ ഖറിയ. സൂറത്തു യാസീൻ പരലോകത്തെക്കുറിച്ച് പറയും. സൂറത്തു യാസീൻ പിന്നെ മക്കിയായ സൂറകൾ മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവങ്ങളെക്കുറിച്ച് പറയും. ഖുർആൻ്റെ അവസാനത്തെ ചെറിയ ചെറിയ സൂറകളിൽ അധികവും സൂറത്തു നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹ്, അത് മദീന കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറയാണ്. പക്ഷെ ബാക്കിയുള്ള സൂറകളിൽ അധികവും മക്കി സൂറകളാണ്. മക്കി സൂറകളെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയും, പരലോകത്തെക്കുറിച്ച് പറയും, റിസാലത്തിനെ കുറിച്ച് പറയും, നബിതങ്ങളുടെ നുബുവത്തിനെ കുറിച്ച് പറയും. അതുകൊണ്ട് ഖിയാമത്ത് നാൾ അൽ ഖാരിഅതു മൽ ഖാരിഅ, ഖിയാമത്തിനെ കുറിച്ചുള്ള പരാമർശമാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, പരലോകമാണ് ഖബർ എന്ന് പറയുന്നത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലെന്ന നരകമാണ്, അത് പരലോകത്തിൻ്റെ വിഷയമാണ്. ഇങ്ങനെ തുടങ്ങി ഓരോ സൂറയുടെ ഉള്ളിൽ പരലോകം, റിസാലത്ത്, തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ച വരും. മുത്തുനിബിതങ്ങളുടെ നുബുവത്ത് അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വരും. പിന്നെ ആഖിറത്തെക്കുറിച്ചുള്ള ചർച്ച വരും. ഈ 3 ചർച്ചകളും മക്കി സൂറത്തുകളുടെ പ്രത്യേകതകളാണ്. മദനി സൂറകൾ, മദീനയിൽ ഇറങ്ങിയ സൂറകളിൽ ഇതൊക്കെ വരും. പക്ഷെ മെയിൻ ചർച്ചാ വിഷയം നിയമങ്ങളായിരിക്കും. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹു ഏകനാണെന്നും മുത്തുനബി അള്ളാഹിൻ്റെ റസൂലാണെന്നും നാളെ മരിച്ചിട്ടൊരു ജീവിതമുണ്ടെന്നും ബോധ്യപ്പെട്ട ആളുകളോടെ നിസ്കരിക്കാൻ പറയേണ്ട കാര്യമുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരായി നിയമം ഇറക്കിയതെന്ന് ഒരു കഥയില്ല. ഒരു സർക്കുലർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഓഫീസ് ബോയ് ഇങ്ങനെ എല്ലാവരും ഒപ്പിടിച്ച് കൊണ്ടിടക്കുകയാണ്. അല്ല കുട്ടി, ഇത് ആരുടെ നിയമമാണ്? അതൊന്നും അറിയില്ല. ആരെങ്കിലും അത് അംഗീകരിക്കുമോ? ആരാണ് മാനേജർ, ആരാണ് നമ്മുടെ എംപ്ലോയർ, ആരാണ് ഇതിൻ്റെ CEO അല്ലെങ്കിൽ COO, ആരാണ് ഇതിൻ്റെ MD? ആ മനുഷ്യനൊരു സർക്കുലർ കൊടുത്തയക്കുമ്പോൾ അതിന് വിലയുണ്ട്, അല്ലേ? അപ്പോൾ ആരാണെന്ന് ബോധ്യപ്പെടലാണ് ആവശ്യം. പിന്നെയാണ് നിയമം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്നതുപോലെ ഈമാനും അഖീദയും എല്ലാം ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവസാനത്തെ 10 കൊല്ലത്തിനിടക്കാണ് അനന്തരാവകാശ നിയമം വരെയുള്ള നിയമങ്ങൾ, മദ്യനിരോധനം വരുന്നത്, പലിശ നിരോധിക്കുന്നത്, യുദ്ധനിർബന്ധമാകുന്ന വിഷയങ്ങൾ വരുന്നത്, സക്കാത്തും ഹജ്ജും എല്ലാം വരുന്നത് മദീന കാലഘട്ടത്തിലാണ്. അതുവരെ 13 കൊല്ലം ഈമാന്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമുക്കിഞ്ഞത് പറയാൻ പറ്റൂല. ഞാനിപ്പോൾ 40 വയസ്സ് വരെ ഈമാൻ ഉറപ്പിക്കട്ടെ എന്നിട്ട് തുടങ്ങാൻ എന്ന് പറയാൻ പറ്റൂല. ടൈം കഴിഞ്ഞു. അങ്ങനെ ചില മുസ്ലിം നാമധാരികളുണ്ട്. 40 വയസ്സ് വരെ. ഞങ്ങളൊരു നാട്ടിൽ പോയി ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് വേഷന്മാരാ പള്ളിയിൽ. അപ്പോൾ ഇവിടെ എന്താ ചെറുപ്പക്കാരൊന്നും കാണുന്നില്ലല്ലോ, ഭയങ്കര അത്ഭുതമായി. ജുമുഅക്ക് ചെന്നപ്പോഴും വേഷന്മാർ, പള്ളിയിൽ നിറയെ വേഷന്മാർ. അപ്പം അന്വേഷിച്ചപ്പോൾ ഇവിടെ അങ്ങനെയാണല്ലോ, 40 കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി എന്നാണ് പോലെ വിശ്വാസം. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ കുട്ടിനെ കാണില്ല. അതൊരു പിഴച്ച വിശ്വാസമാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്, ജഹിലാണ്, വിവരമല്ല. പിന്നെന്ത് ചെയ്യും? അതുകൊണ്ട് റിസാലത്തിൻ്റെ അനിവാര്യതയാണ് ആഖിറം, നാളെ പരലോകം എന്ന് പറയുന്നത്. ഇവിടെ അമല് ചെയ്യാൻ വിട്ടിരിക്കുകയാണ്. അമല് ചെയ്താൽ എന്ത് കിട്ടും? അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും, ജസാ തരും. ആ ജസാഇൻ്റെ ദിവസമാണ് യൗമുൽ ഖിയാമ. നീതി കിട്ടാത്തവർക്ക് അവിടെ നീതി ഉണ്ടാവും, പ്രതിഫലം ലഭിക്കാത്തവർ പ്രതിഫലം കിട്ടും. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, ഒരു പബ്ലിസിറ്റി പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ആ നന്മകൾക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിൽ വെച്ച്, പരലോകത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞ് അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരും.